ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡില് സുസ്മിതയെ കാണാൻ വന്ന നീലിമയ്ക്ക് ജഗദീപ് ജ്യൂസിലും മദ്യം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണേ. 2 ഗ്ലാസും നിർബന്ധിച്ച് കുടിപ്പിക്കും. ആൾക്കിപ്പോ ഒരുമാതിരി ആവുന്നുണ്ട് തലയ്ക്കൊക്കെ. ഇത് കാണുമ്പോ ജഗദീപ് പറയും, ഇവിടെ ഇപ്പൊ പൂരപ്പറമ്പാവല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നോക്കിയിരിക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെയാണ്. വിഷ്ണു ബുള്ളറ്റില് നേരെ സ്കൂളിലേക്കാ വരുന്നത്. സത്യയും പപ്പിയൊക്കെ ക്ലാസ്സിലാണ്. ഇപ്പൊ ടീച്ചർ ക്ലാസ് എടുത്തോണ്ടിരിക്കുക. അങ്ങനെ വിഷ്ണു അവിടെ എത്തി നേരെ ഓഫീസ് റൂമിലേക്ക് ചെല്ലും. അപ്പൊ ഉണ്ടാവും പ്യൂൺ അവിടെ എന്തോ ചെയ്യുന്നേ. വിഷ്ണു മനസ്സിൽ വിചാരിക്കും, കാര്യങ്ങൾ അറിയാൻ HMനേക്കാളും നല്ലത് ഇവരെ പോലുള്ളവരാണ്. പക്ഷെ HM സ്ഥലത്തുണ്ടോന്ന് എങ്ങനെയെങ്കിലും അറിയണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഒരു ടീച്ചർ വരുന്നത്. ടീച്ചറെ, ഈ ഓഫീസിന്റെ നമ്പർ ഒന്ന് തരാമോ? എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ നമ്പർ കൊടുക്കും. അങ്ങനെ ആ നമ്പർ വാങ്ങിച്ചതിന് ശേഷം ആ പ്യൂൺ ഇപ്പോ HMന്റെ റൂമിലാണല്ലോ. അത് നോക്കിയിട്ട് വിഷ്ണു കുറച്ച് മാറി നിന്ന് ആ നമ്പറിലേക്ക് വിളിക്കുക. വിഷ്ണു സൗണ്ട് മാറ്റിയാ വിളിക്കുന്നത്. ഹലോ, HM ആണോ സംസാരിക്കുന്നത്? അല്ല, HM ആകാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഇവിടുത്തെ പ്യൂണാ. എന്താ കാര്യം? HM എപ്പോഴാ വരാ എന്നറിയാൻ വേണ്ടിട്ടാ. അപ്പൊ അയാൾ പറയും, ഉച്ചവരെ HM ഇവിടെ ഉണ്ടാവില്ല, ഒരു 2 മണിയാകുമ്പോ വന്നാൽ മതി. ശരി, ഞാൻ അപ്പൊ വരാം എന്ന് പറഞ്ഞ് വിഷ്ണു കോള് കട്ട് ചെയ്യും. ലാൻഡ് ഫോണിലേക്ക് കോള് വന്നതിന് ഓരോന്ന് പിറുപിറുത്തുകൊണ്ടാണ് അയാൾ അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോഴേക്കും കോളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വിഷ്ണു ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ട് വരും. എന്നിട്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നുണ്ട്. ധൃതിയിൽ വന്നിട്ട് വയ്ക്കും, HM ഇല്ലേ? അപ്പൊ അയാൾ പറയും, ഒരു 2 മണി കഴിയും വരാൻ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്പർ തരാം, പക്ഷെ കാര്യമൊന്നുമില്ല, മീറ്റിംഗിലായിരിക്കും, ഫോൺ എടുക്കാനുള്ള യാതൊരു സാധ്യതയില്ല. വിഷ്ണു പറയും, എനിക്ക് ചെറിയൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്താ കാര്യം എന്ന് നോക്കുമ്പോ വിഷ്ണു പറയും, അത് എന്റെ മകൾ സത്യഭാമ ഈ സ്കൂളിലാ പഠിക്കുന്നത്. അപ്പോ അവൾക്കൊരു കൂട്ടുകാരി ഉണ്ട്, പത്മിനി. അപ്പൊ അവളും എന്റെ മകൾ ജനിച്ച ഡേറ്റിലാണോ ജനിച്ചതെന്ന് എനിക്കൊരു സംശയം. ഒരു ചെറിയ സംഭവം വേറൊന്നുമില്ല. ഈ പത്മിനി എന്ന് പറയുന്ന കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാ. ഒരു സന്തോഷത്തിന്, കുട്ടികളല്ലേ, ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം. അയാൾ പറയും, അതിപ്പോ രജിസ്റ്റർ ഒക്കെ നോക്കേണ്ടി വരും. വിഷ്ണു പറയും, നോക്കണം. അപ്പൊ പ്യൂണ് പറയും, അതിച്ചിരി പാടില്ലേ, പാട് മാറാൻ ഇത് മതിയാകും എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അയാളുടെ പോക്കറ്റിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കും. അത് കാണുമ്പോ തന്നെ അയാളുടെ കണ്ണ് തള്ളുന്നുണ്ട്. എന്നാ പിന്നെ ഞാനത് കൈയോടെ അങ്ങ് നോക്കട്ടെ. സാർ ഇച്ചിരി നേരം ഒന്ന് പുറത്തേക്ക് നിൽക്കോ, ആരെങ്കിലും കണ്ടു വന്നാ പ്രശ്നമാവോ, അതുകൊണ്ടാണേ. വിഷ്ണു പറയും, ഹോ ആയിക്കോട്ടെ, ഒന്ന് വേഗാവണേ എന്ന് പറഞ്ഞ് വിഷ്ണു പുറത്തേക്ക് നിൽക്കുക. അങ്ങനെ അയാളെ രജിസ്റ്റർ നോക്കാനായിട്ട് അത് എടുക്കാനായിട്ട് അവിടുന്ന് പോകുകയാണ്. അങ്ങനെ അയാൾ വന്ന് വിഷ്ണുവിന്റെ അടുത്ത് ആ ഫയല് കാണിക്കണേ. 2 പേരുടെയും ഡേറ്റ് ഓഫ് ബർത്തും ഡീറ്റെയിൽസും ഇതിലുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അത് നോക്കുന്ന വിഷ്ണു ആകെ ഞെട്ടിത്തെരിച്ചങ്ങ് നിൽക്കണേ. വിഷ്ണുക്കും, ഞാൻ ഇതിന്റെ ഫോട്ടോ ഒന്ന് എടുത്തോട്ടെ? അപ്പൊ അയാൾ പറയും, പോക്കറ്റില് സാറിന്റെ ക്യാഷ് കിടക്കുന്നോണ്ട് എനിക്കിനിയൊന്നും മിണ്ടാൻ പറ്റില്ലല്ലോ, എടുത്തോ. അപ്പൊ വിഷ്ണു പറയും, ഇതൊന്ന് പിടിക്കോ എന്ന് പറഞ്ഞ ഫയൽ കൊടുക്കണേ. ശേഷം അതിന്ന് ആ രജിസ്റ്ററിന് ആ ഭാഗം ഫോട്ടോ എടുക്കുകയാണ് വിഷ്ണുവിന്റെ ഫോണില്. ആരെങ്കിലും വരുന്നുണ്ടോന്ന് പ്യൂൺ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വിഷ്ണു പറയും, പിന്നെ ചേട്ടാ, ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അയാൾ പറയും, അത് തന്നെ എനിക്ക് സാറിനോടും പറയാനുള്ളത്, ഇതിന്റെ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോകും. അങ്ങനെ അവിടെ നിന്ന് വിഷ്ണുവിന്റെ മുഖം പെട്ടെന്ന് മാറുന്നുണ്ട്. ആ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ട് ഞെട്ടി നിൽക്കുന്ന ആ ഒരു രീതിയിലെത്തിയായിരിക്കാം. ശേഷം അന്ന് ഒരുമിച്ച് കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിച്ചതും എല്ലാം ആലോചിച്ചതിനു ശേഷം വിഷ്ണു അവിടുന്ന് പോവാണ്. പിന്നീട് വീണ്ടും ആ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കും. 2 പേരും ജനിച്ചിരിക്കുന്നത് ഒരേ ദിവസം ഒരേ സ്ഥലത്തുമാണ്. ചില കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്, ബാക്കി ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞോണ്ട് വിഷ്ണു ബുള്ളറ്റ് എടുത്ത് അവിടുന്ന് നേരെ പോവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഇതേ സമയം സുസ്മിത വീട്ടിലെത്തണേ. അകത്തേക്ക് കയറുമ്പോ ഉണ്ടാകും സോഫയിൽ നീലിമ കിടക്കുന്നേ. സുസ്മിത ഒന്ന് ഞെട്ടും. ശേഷം വേഗം പോയി ഇങ്ങനെ തട്ടി വിളിക്കണേ. എന്നാ ആള് നല്ല ബോധം കെട്ടുള്ള ഉറക്ക. ശേഷം ജഗദീപിനെ വിളിക്കും, ഷോ ഇയാൾ ഇതെവിടെ പോയി കിടക്ക. അതിനുശേഷം വീണ്ടും ഇങ്ങനെ തട്ടി വിളിക്കുമ്പോ നീലിമ എഴുന്നേൽക്കും. നിങ്ങളാണോ എന്നെ കാണണമെന്ന് പറഞ്ഞ് ഫോണിൽ വിളിച്ചത്? മാഡം അതെ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും വീണ്ടും ഒന്ന് കാല് താഴെ കുത്താൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ആടി അങ്ങ് വീണ്ടും സോഫയിലേക്ക് വീഴും. ഈ ജഗദീപ് ഇതോടെ പോയി എന്ന് നോക്കുമ്പോണ്ടാവും ജഗദീപ് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. സുസു എന്ന് നോക്കുമ്പോ സുസ്മിത പറയും, ഇവിടെ വന്നേ, ഇവള് കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? ജഗദീപ് ഒന്നും അറിയാത്ത പോലെ നിൽക്കും. നീലിമ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും വീണു പോവാണേ. ഡി, നീ കുടിച്ചിട്ടാണോ വന്നത്? അപ്പൊ നീലിമ പറയും, ശേഷം ജഗദീപിനെ അങ്ങോട്ട് വിളിച്ചിട്ട് വയ്ക്കും, ഇതെന്താ ഇങ്ങനെ? എനിക്കറിയില്ല, ഇവിടെ വന്നിട്ട് തല ചുറ്റുന്നു പറഞ്ഞ് ഇവിടെ വന്ന് ഇരിക്കായിരുന്നു. ഇവള് മദ്യപിച്ചിട്ടുണ്ടോ? ജഗദീപ് പറയും, എനിക്കതൊന്നും അറിഞ്ഞൂടാ, ഇവളിനെ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കഴിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ. നീലിമയ്ക്കാണെങ്കിൽ ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല, ആ ഒരു പരുവത്തിലായിട്ടുണ്ട്, നാവ് കുഴഞ്ഞു പോവാ. ഞാനൊരു മാംഗോ ജ്യൂസ് കൊടുത്തു, അത്രേ ഉള്ളൂ. ഇവൾ എന്തിനാ വന്നതെന്ന് വല്ലതും പറഞ്ഞോ? ജഗദീപ് പറയും, ഇവള് NM ഹോസ്പിറ്റലിലെ നഴ്സാണെന്ന് പറഞ്ഞു. വേറൊന്നും കമാന്ന് ലക്ഷണം വേണ്ടിയില്ല കേട്ടോ. സുസ്മിത വിചാരിക്കും, ഷോ ഇനിയിപ്പോ എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും നീലിമേനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനൊക്കെ ശ്രമിക്കും. അപ്പോഴേക്കും ആള് ബോധം കെട്ട് വീണ്ടും സോഫയിലേക്ക് തന്നെ വീഴും. തലാർക്കാണെങ്കിലേ കുറച്ച് കഴിഞ്ഞിട്ട് ഓക്കെ ആകും. ഇനിയിപ്പോ കള്ളാണെങ്കിലേ അല്പം മോരുവെള്ളം കൊടുക്കേണ്ടി വരും. അപ്പോഴും സുസ്മിത വിചാരിക്കും, എന്നാലും ഇവൾ എന്തിനായിരിക്കും എന്നെ കാണാൻ വന്നിരിക്കുന്നത്? ജഗദീപ് പറയും, ചിലപ്പോ വല്ല കിഡ്നി പേഷ്യന്റിന്റെ കാര്യം പറഞ്ഞ് പണം വാങ്ങിക്കാനായിരിക്കും. സുസ്മിത വയ്ക്കും, അതിനെങ്ങനെ കുടിച്ചിട്ടാണോ വരിക? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് മേലേക്ക് അങ്ങ് ചാടി കയറാൻ നിൽക്കുമ്പോ സുസ്മിതയ്ക്കും, എന്താ ജഗദീപ്? ജഗദീപ് പറയും, മണം ഉണ്ടോ നോക്കാനാ? അല്ല,
ഇനിയിപ്പോ ഇവൾക്കായിരിക്കും അസുഖം. എന്തായാലും ഇപ്പൊ ഇവിടെ കിടക്കട്ടെ, എഴുന്നേൽക്കുമ്പോ നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോഴേക്കും സുസ്മിതയ്ക്ക് ഒരു കോൾ വരും. ജഗദീപ് നോക്കുമ്പോ സുസ്മിത കാണിച്ചു കൊടുക്കുന്നില്ല. അത് അറ്റൻഡ് ചെയ്തിട്ട് ഒന്ന് മാറ്റി പിടിക്കും. എന്നിട്ട് ജഗദീപിനോട് അറിയും, തലയിൽ വെള്ളം വാരി ഒഴിച്ചിട്ടാണെങ്കിലും എഴുന്നേൽപ്പിക്കണം, ഒരു സെക്കൻഡ് പോലും ഇവിടെ ഇരുത്തരുത്. ഓക്കെ. അങ്ങനെ അത്രയും പറഞ്ഞ് സുസ്മിത അവിടുന്ന് പോകും. സുസ്മിത പോയി കഴിഞ്ഞാൽ ജഗദീപ് വിചാരിക്കും, അങ്ങനെ പറയാൻ വന്ന കാര്യം ഗോവിന്ദ. ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ഇങ്ങനെ സ്കൂളിൽ നിന്ന് നേരെ കുടുംബശ്രീയിലേക്കാന്ന് തോന്നുന്നു വന്നോണ്ടിരിക്കുക. ഇത് സമയം ശാരദാമ്മ അവിടെ തുടച്ചോണ്ടിരിക്കുക. ശാലിനി അവിടെ തന്നെ ഉണ്ട്. ഇതെന്താ അമ്മേ, കുറെ നേരമായല്ലോ, കഴിഞ്ഞില്ലേ? നന്നായി വൃത്തിയാവണ്ടേ മോളെ? ശാലിനി പറയും, ഇനി അമ്മ മാറി നിൽക്ക്, ഞാൻ ചെയ്യാം. അപ്പൊ ശാരദാമ്മ പറയും, വേണ്ട മോളെ, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ഞാൻ തന്നെ ചെയ്തോളാം, എല്ലാം ശാന്തയെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ചെയ്യുന്നതാ. അവളോട് ചോദിച്ചാൽ അതും അവൾ ചെയ്തോളാന്നേ പറയുള്ളൂ. ശാലിനി പറയും, വിഷ്ണുവേട്ടൻ ഇന്നലെ സത്യയെ വിളിച്ചിരുന്നു, അത് വേറൊരു നമ്പർ എന്നാ, ആളെ അറിയിക്കാതെ. ശാരദാമ്മ പറയും, നിനക്ക് വിഷ്ണുവിനോട് ചോദിക്കാൻ പാടില്ലായിരുന്നോ? ശാലിനി പറയും, ചോദിച്ചു, പക്ഷേ എന്ന് പറഞ്ഞൊരു സംശയത്തിൽ നിൽക്കുക. എന്നിട്ട് വിഷയം മാറ്റുക. വെള്ളം മോശമായിട്ടുണ്ടല്ലോ അമ്മേ, ഞാൻ അത് മാറ്റിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞ് അത് എടുത്തോണ്ട് പോകും അവിടുന്ന്. അങ്ങനെ ഈ സമയം ശാരദാമ്മയ്ക്കും എന്തോ ചില സംശയമുണ്ട്. എങ്കിലും അതവിടെ വെച്ചിട്ട് അവിടെ കുറച്ച് ഇല ഉണ്ടായിരുന്നു, ഹോട്ടലിലേക്ക് കൊണ്ടുവന്ന വാഴയിലയാ, അതിങ്ങനെ എടുത്തു നോക്കുക. അപ്പോഴായിരിക്കും വിഷ്ണു അങ്ങോട്ട് വരുന്നത്. വിഷ്ണുവിന്റെ മുഖത്ത് നല്ല ഗൗരവമാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോ ശാരദാമ്മയ്ക്കും, എന്താ മോനെ അവിടെ തന്നെ നിന്നത്, കേറി വാ. ശേഷം അകത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ശാലിനി വെള്ളം എടുക്കാൻ പോയതാണല്ലോ, ഇപ്പൊ വരുന്നുള്ള പ്രതീക്ഷയിൽ തന്നെ വിളിക്കുന്നൊന്നുമില്ല. അപ്പോഴേക്കും വിഷ്ണു അങ്ങോട്ട് കയറി വരും. മോൻ വാ, അകത്തേക്ക് ഇരിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ വിഷ്ണു പറയും, വേണ്ട, എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ടായിരിക്കും ശാലിനി വരുന്നത്. വിഷ്ണുവിന്റെ ശബ്ദം കേൾക്കുമ്പോ ശാലിനി പുറത്തേക്ക് പോകുന്നില്ല. ശാരദാമ്മ പറയും, മോൻ കയറിയിരിക്കേ, ഞാൻ ശാലിനി വിളിക്കാം. വിഷ്ണു ദേഷ്യത്തിൽ പറയും, വേണ്ട, തൽക്കാലം ഇതിനുത്തരം ശാരദാമ്മ പറഞ്ഞാലും മതി. വിഷ്ണുവിന്റെ ഈ പെരുമാറ്റം ശാരദാമ്മയെ വല്ലാണ്ട് ഞെട്ടിക്കുന്നുണ്ട്. ശാലിനി ഞെട്ടിപ്പോവാ. എന്താ മോനെ അറിയേണ്ടത്? വിഷ്ണുക്കും പപ്പിയെ പ്രസവിച്ച അമ്മ തന്നെയാണോ സത്യയും പ്രസവിച്ചത് എന്ന ചോദ്യം കേൾക്കുമ്പോ ശാരദാമ്മ ഞെട്ടിപ്പോവും. ശാരദാമ്മ മാത്രമല്ല ശാലിനിയും. പറ ശാരദാമ്മ ആണോന്ന്. അത് പിന്നെ മോനെ, അത് വിഷ്ണു പറയും, രണ്ടുപേരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ ചെക്ക് ചെയ്തു. രണ്ടുപേരുടെയും പിറന്നാൾ ഒരുമിച്ച് ആഘോഷിച്ചത് ശാരദാമ്മയ്ക്ക് ഓർമ്മ ആണല്ലോ. അത് ജനിച്ച നാളു പ്രകാര, അതായത് ജന്മനാളും ഡേറ്റ് ഓഫ് ബർത്തും ഒരേ ദിവസമാണെന്ന്. ശാരദാമ്മ ആകെ പേടിക്കുന്നുണ്ട്. വിഷ്ണു അത്രയ്ക്ക് സ്ട്രോങ് ആയി ചോദിച്ചത്. ശാലിനിയും പേടിച്ചിട്ടാ നിൽക്കുന്നത്. അങ്ങനെ ശാരദാമ്മ പറയും, മോവാ, ഞാൻ ചായ എടുക്കാം. വിഷ്ണു പറയും, ശാരദാമ്മയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം. ഇവിടുന്ന് ഒഴിഞ്ഞു മാറാനുള്ള പരിപാടിയാണ് ഈ ചായക്കുള്ള വിളിക്കലെന്നും എനിക്കറിയാം. അത് പിന്നെ വിഷ്ണു പറയും, കുറഞ്ഞ പക്ഷം സത്യ ജനിച്ച ഹോസ്പിറ്റലിന്റെ പേരെങ്കിലും ഒന്ന് പറയാമോ? ശാരദാമ്മ പറയും, ഹോസ്പിറ്റലിലെ പേരെനിക്ക് ഓർമ്മയില്ല. വിഷ്ണുക്കും മേഴ്സി ഹോസ്പിറ്റലാണോ അതോ VKMോ? അത് കേൾക്കുമ്പോ ശാരദാമ്മ ഞെട്ടും. ശാലിനിയും രണ്ടുപേരും ആ ദിവസം അങ്ങനെ ആലോചിച്ചു പോവാണേ, പപ്പീനെയും സത്യനെയും ശാലിനി പ്രസവിച്ച കാര്യം. ശാരദാമ്മ വേഗം, അത് പിന്നെ മോനെ, അത് ഇവിടെ ഒന്നും അല്ല. ശാലിനി IAS ട്രെയിനിങ്ങിന് പോയ സ്ഥലത്ത് വെച്ച് സത്യയെ പ്രസവിച്ചത്. വിഷ്ണുവിന് അങ്ങ് സങ്കടാവും. എന്തിനാ ശാരദാമ്മേ, എന്തിനാ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നേ? ഞാനിപ്പോ സ്കൂളിൽ പോയിട്ട് സത്യയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പരിശോധിച്ചിട്ടാ ഞാനിപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നത്. പപ്പി ജനിക്കുമ്പോ ശാലിനി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെ എന്തിനാ ഇങ്ങനെ അനിയനെ പോലെ കാണുന്നത്? അത് മോനെ, വിഷ്ണു പറയും, ഞാൻ എന്തെങ്കിലും ദ്രോഹം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരെയും സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഉപദ്രവം ഞാനായിട്ടുണ്ടാക്കിയിട്ടില്ല. എന്നിട്ട് എല്ലാവരും എന്നോട് കാണിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ശാരദാമ്മയ്ക്ക് ആകെ വിഷമാവും. മോനെ, എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? മോനെല്ലാം ശാലിനിയോട് തന്നെ ചോദിക്കേ. ശാലിനി ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കണകത്ത്. വിഷ്ണു പറയും, വേണ്ട, ശാരദാമ്മയ്ക്ക് അറിയാലോ ശാലിനി എന്റെ ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുക. അതിന് കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കത് അറിഞ്ഞേ പറ്റൂ. നഷ്ടപ്പെട്ടു പോയ എന്റെ കുടുംബജീവിതം തിരികെ പിടിക്കാനല്ലേ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. ഒരു കുടുംബം അതെനിക്കും വേണ്ടേ, അവൾക്ക് വേണ്ടേ? ശാരദാമ്മ പറയും, മോനെ, ഞാൻ വീണ്ടും പറയാ, ശാലിനി സത്യയെ പ്രസവിച്ചത് നമ്മുടെ നാട്ടിൽ വെച്ചല്ല, അവള് ട്രെയിനിങ്ങിന് പോയ സ്ഥലത്ത് വെച്ച. ഇത് എനിക്കറിയാവുന്ന കാര്യ. ശാരദാമ്മ തല താഴ്ത്തി പറയുമ്പോ വിഷ്ണു മുഖത്ത് നോക്കിയിട്ട് പറയും, എങ്കിൽ എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ശ്യാമ പപ്പയെ പ്രസവിച്ച ദിവസം തൊട്ടടുത്ത മുറിയിൽ നിന്ന ശാരദാമ്മയുടെ, എന്റെ അമ്മ സത്യമ്മ എന്തിനാ ഈ മുറിയുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ, ഒരു പരിചയക്കാരന്റെ മകളാണ് പ്രസവിച്ച് കിടക്കുന്നതെന്നാ ശാരദാമ്മ എന്ന് പറഞ്ഞത്. ഇക്കാര്യം കേൾക്കുമ്പോ ശാരദാമ്മ ഞെട്ടിപ്പോകും. ശാലിനിയും. അന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ ശാരദാമ്മയ്ക്ക്? ഈ സമയം ശാരദാമ്മ അന്നത്തെ സംഭവം ആലോചിക്കണേ. അതായത് ശാലിനിയുടെ റൂമിന്റെ മുന്നിൽ നിന്ന് ശാരദാമ്മ കരയുമ്പോ സുസ്മിത പോയി സത്യാമ്മയോട് പറയുന്നുണ്ടല്ലോ, ശ്യാമ ഈ റൂമിൽ തന്നെയാണോ കിടക്കുന്നത്? സത്യം പറയും, അതെ. പിന്നെന്തിനാ ശാരദാമ്മ ആ മുറിയുടെ മുന്നിൽ പോയി നിന്ന് കരയുന്നത്? ഇത് കേൾക്കുമ്പോ വിഷ്ണുവും സത്യാമ്മയും എല്ലാവരും കൂടി ശാരദാമ്മയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ? അതെല്ലാം ഇങ്ങനെ ആലോചിക്കുമ്പോ വിഷ്ണുക്കും ആ പരിചയക്കാരിയുടെ മകളെ ശാലിനിയായിരുന്നോ എന്ന ചോദ്യം അവര് വീണ്ടും ഞെട്ടിക്കുകയാണ്. വിഷ്ണു അലറി ചോദിക്കും, പറ ശാരദാമ്മയെ, ശാലിനി ആയിരുന്നോന്ന്. ശാരദാമ്മ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. വിഷ്ണു പറയും, ശാരദാമ്മയ്ക്ക് മറുപടി ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ അന്ന് കിടന്ന പരിചയക്കാരിയുടെ മകളുടെ പേര് എന്തു പറയണമെന്ന് മനസ്സിൽ പരതുന്നതായിരിക്കാം. എന്തായാലും അധികകാലം നിങ്ങൾക്കിനി എന്നെ വിഡ്ഢിയാക്കാൻ കഴിയില്ല. സത്യം ഞാൻ കണ്ടുപിടിച്ചോളാം. കാരണം എനിക്കെന്റെ ജീവിതം വലുത്.
കാരണം അതെനിക്ക് വേണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു അവിടുന്ന് ഇറങ്ങണേ. ശാരദാമ്മ അപ്പോഴും തല താഴ്ത്തി അങ്ങനെ നിൽക്കണേ. ശാലിനിയെ ഒന്നും പറയാൻ കഴിയാതെ അവിടെ നിന്ന് കരയാ. ശാരദാമ്മ മോനെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും വിഷ്ണു അവിടുന്ന് പോയി കഴിയും. നല്ല സങ്കടത്തിലാണ് വിഷ്ണു അവിടുന്ന് പോയിട്ടുള്ളത്. വിഷ്ണു പോയി കഴിയുമ്പോൾ ശാലിനി അങ്ങോട്ട് വരിക. ശാലിനിയോട് ശാരദാമ്മ പറയും, വിഷ്ണു പറഞ്ഞുവിട്ട് പോയതെല്ലാം നീ കേട്ടല്ലോ. അവന്റെ മനസ്സിൽ സംശയമുണ്ട്, അതവൻ തെളിയിക്കുക തന്നെ ചെയ്യും. ഇതൊരു തീയാണ്, എല്ലാം കത്തിച്ച് ഭസ്മമാക്കാൻ കഴിവുള്ള ഒരു തീ. ശാലിനിക്ക് നല്ല പേടിയുണ്ട്. ഇപ്പോ ആകെ സങ്കടവും ടെൻഷനും പേടിയൊക്കെ ആയിട്ടാ ശാലിനി നിൽക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ശാരദാമ്മ ഇവിടുന്ന് പോവാ. കണ്ടുപിടിക്കുന്നുള്ള വാശിയിലും ദേഷ്യത്തിലും സങ്കടത്തിലുമാണ് വിഷ്ണു പോകുന്നത്. എന്നാൽ ഇത് വിഷ്ണുവിനെ അറിയിക്കില്ല എന്നുള്ള രീതിയിലാണ് ശാലിനി നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്